യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. അല്ലയോ ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബാരുണ്ടോ, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. നമ്മളുടെ സൃഷ്ടാവ് അല്ലാഹുവാണ്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ പൂർവികരായ മാതാപിതാക്കളെ, കാക്കക്കാണന്മാരെ സൃഷ്ടിച്ചവനാരുണ്ടോ, ആ നാഥനെയും നിങ്ങൾ ആരാധിക്കണമെന്നാണ്. നമ്മളെ പടച്ചവൻ പൂർവികരെ പടച്ചവൻ. എന്നിട്ട് അല്ലാഹു തആല വീണ്ടും പറയാം, الذي جعل لكم الأرض فراشا والسماء بناء. ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിരിപ്പായി തന്നവനില്ലയോ? ഗോളാകൃതി എന്ന് പറയുന്ന, ഓവൽ ഷേപ്പ് എന്ന് പറയുന്ന ഭൂമിയെ മനുഷ്യന്റെ ബുദ്ധിമണ്ഡലങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ അതിനെ പരന്നതായി തോന്നുമാറ് ആ ഭൂമിയെ സംവിധാനിച്ച് ഒരു മാതാവ് കുഞ്ഞിനെ ഭദ്രമായി ഉറക്കുന്ന തൊട്ടിൽ പോലെ മാറ്റിക്കൊണ്ടുവന്ന് ഒരു വിരിപ്പ് കണക്ക് നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഭൂമി സംവിധാനിച്ചവരാരുണ്ടോ? ഗോളാകൃതി എന്ന് പറയുന്ന ഭൂമി അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പന്തുരുളുന്ന പോലെ ഭൂമി കറങ്ങുന്നുവെങ്കിൽ ഒരു ചലനവുമറിയാതെ സുരക്ഷിതമായി വിരിപ്പാക്കി തന്നവനാരുണ്ടോ? ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കണമെന്നാണ്. ഉപരിഭാഗത്തെ മേൽക്കൂരയായി സംവിധാനിച്ചവനാരുണ്ടോ? ഉപരിഭാഗം നിങ്ങൾക്ക് കാണാം, ഒരു തൂണും കൂടാതെ. 31-ാം അധ്യായം 10-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാ, ഒരു തൂണും കൂടാതെ സുരക്ഷിതമായ കവചം, ഓസോൺ ലെയറുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ, അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ, ഓസോൺ ലെയറുകളെ സംവിധാനിച്ചവൻ 20-25 കിലോമീറ്ററുകൾക്ക് മുകളിൽ. അങ്ങനെ ഉപരിഭാഗങ്ങളെ സംവിധാനിച്ച അല്ലാഹനെ നിങ്ങൾ ആരാധിക്കുക. വഅൻസല മിനസ്സമാഇ മാഅ, ഉപരിഭാഗത്ത് നിന്ന് വെള്ളമിറക്കി തന്നവനാരുണ്ടോ? മഴ ഇങ്ങനെ ശക്തമായി കൊണ്ടിരിക്കാൻ ആ മഴ തരുന്നവനാരാ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ, നാമാണോ കാർമേഘങ്ങളിൽ നിന്ന് വെള്ളം തരുന്നത്? ആ മഴ തരുന്നവൻ, ആ മഴ കൊണ്ട് സസ്യലതാദികൾ മുളപ്പിക്കുന്നവൻ, ആ മഴ കൊണ്ട് നിങ്ങൾക്ക് സസ്യലതാദികളിൽ നിന്ന് ഉപജീവനങ്ങളെ തന്നവൻ അത് അല്ലാഹുവായിരിക്കെ ഇതൊക്കെ തന്ന റബ്ബിനോട് നമ്മൾ ചെയ്യേണ്ട നന്ദി എന്താണ്? ഒറ്റ വാക്കിൽ അല്ലാഹു പറഞ്ഞു, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ. ആ അല്ലാഹ്ക്ക് നിങ്ങൾ സമന്മാരെ വെച്ചു പോകല്ലേ, അല്ലാഹ്ക്ക് നിങ്ങൾ സമന്മാരെ വെച്ചു പോകല്ലേ. നമ്മളോട് പല ആൾക്കാരും ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ വായെടുത്ത് പറയണ്ടല്ലോ ഷിർക്ക് എന്താണ്, ഈ ഷിർക്ക് എന്താണ് അല്ലേ? അല്ലാഹ്ക്ക് സമന്മാരെ വെക്കൽ എന്താണ്? തഫ്സീറുൽ ഖുർആനുൽ അദീം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, തശ്ബീഹുൽ ഖാലിഖ് ബിൽ മഖ്ലൂഖ് വ തശ്ബീഹുൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ്. സൃഷ്ടിയെ സൃഷ്ടാവിനോടോ സൃഷ്ടാവിനെ സൃഷ്ടിയോടോ സാദൃശ്യപ്പെടുത്തിയാൽ, അല്ലാഹ് കാണുന്ന പോലെ ഒരാൾ കാണുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു അറിയുന്ന പോലെ ഒരാൾ അറിയുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു തആല നിയന്ത്രിക്കുന്ന പോലെ ഒരാൾ നിയന്ത്രിക്കുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹ് കേൾക്കുന്ന പോലെ ഒരാൾ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ, അതാണ് അല്ലാഹ്ക്ക് സമന്മാരെ നിശ്ചയിക്കലേ. അത് പാടില്ല. ഇതൊക്കെ തന്നവനായിരിക്കെ നമ്മൾ ആലോചിക്കുക, നമ്മൾ അല്ലാഹ്നോട് നന്ദിയുള്ളവരായിട്ട് മാറവേണ്ടേ? അല്ലാഹു ഒക്കെ തന്നില്ലേ നമുക്ക്? ആ അല്ലാഹ്നോട് നന്ദി തന്നവർ കാണിക്കുന്നവരാണോ നമ്മള്? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളുടെ ശരീരത്തിലെ ഓക്സിജന്റെ വിഷയത്തിലെ അല്ലാഹു തആല 16-ാം അധ്യായത്തിലെ 61-ാമത്തെ ആയത്തിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. ലൗ യുആഖിദുല്ലാഹു الناس بظلمهم ما ترك عليها من دابة. നിങ്ങൾ അല്ലാഹുവോട് നന്ദികേട് കാണിക്കുന്നതിനനുസരിച്ച് അവന്റെ റൂഹിനെ പിടിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മൃഗത്തെ പോലും ഞാനിവിടെ ബാക്കി വെക്കൂല. ഒരു നിശ്ചിതമായ അവധി വരെ, പരിധി വരെ നിങ്ങളെ ഞാൻ കാത്തുവച്ചതാണ്.
അള്ളാഹു അവനോട് നന്ദികേട് കാണിക്കണവരെ റൂഹങ്ങ് പിടിക്കാൻ തീരുമാനിച്ചു. ഒറ്റക്കാര്യം ആലോചിച്ചാൽ മതി. അള്ളാഹു തീരുമാനിക്കാണ്, എനിക്ക് നന്ദികേട് കാണിക്കുന്നവർക്ക് ഓക്സിജൻ കൊടുക്കണ്ട, ബ്രീത്ത് വേണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ എത്ര ആളുണ്ടാവും പ്രിയമുള്ളവരെ ജീവനോടെ? അതല്ല പറഞ്ഞു, ഒരാളെയും ഞാനിവിടെ ബാക്കി വെക്കൂല. പക്ഷെ അള്ളാഹു ഒരു സമയം കണക്കാക്കിയിട്ടുണ്ട്, ആ സമയം വരെ നിങ്ങളെ കൊണ്ടുപോവുകയാണ് എന്ന് അള്ളാഹു ചാല പറയാൻ. അള്ളാഹിനോട് എല്ലാം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ആലോചിച്ചൊക്കെ ഓക്സിജൻ എടുക്കുമ്പോ അതിന്റെ വില നമ്മൾ അറിഞ്ഞിട്ടില്ല. കൊറോണ വൈറസ് വന്ന് ഒരു സിലിണ്ടറിന് 700 രൂപ കൊടുത്ത് പ്രിയമുള്ളവരെ 2100 രൂപക്ക് ഓരോ ദിവസം ഓക്സിജൻ എടുത്തപ്പോ വില അറിഞ്ഞിട്ടുണ്ട് മലയാളി? ഇല്ല പ്രിയമുള്ളവരെ. അള്ളാഹു നമുക്ക് തന്ന കിഡ്നി മാതാവിന്റെ ഗർഭാശയത്തിൽ തന്നപ്പോ അള്ളാഹിനോട് നമുക്ക് ശുക്ർ വരണില്ല. അതിന്റെ പ്രവർത്തനങ്ങൾ നിലക്കുമ്പോ സ്വന്തം ഭാര്യ ഡൊണേറ്റ് ചെയ്താലും മക്കൾ ഡൊണേറ്റ് ചെയ്താലും ഹോസ്പിറ്റലിൽ തുന്നിപ്പിടിപ്പിക്കാൻ കൊടുക്കണം. 28 ലക്ഷം രൂപക്ക് മുകളിലാണ്. എന്നാ പോലും അതിന്റെ 25% പ്രവർത്തനം വന്നാ പറയും ആ സർജറി സക്സസ് ആണ് എന്ന് നമ്മൾ പറയുമ്പോ അല്ല തന്നതിന്റെ പകുതി ആവണില്ല, 3/4 ഭാഗം പോലും ആവണില്ല. വെറും 25% പ്രവർത്തനത്തിനെയാണ് സക്സസ് എന്ന് പറയുന്നത്. ഒരു 10 വർഷക്കാലം ജീവിക്കുന്നതിനിടക്ക് പ്രിയമുള്ളവരെ 80 വയസ്സ് വരെ ജീവിക്കുമ്പോ അയാളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ബ്ലഡ് ഇല്ലയോ, 10,000 കണ്ടെയ്നർ ബ്ലഡുകളാണ് ശരീരത്തിലൂടെ പാസ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, ഉച്ചക്ക് ലഞ്ച് കൊടുത്തു, വൈകുന്നേരം ഡിന്നർ കൊടുത്തു. ഒരു ഫാക്ടറികളൊക്കെ ശരീരത്തിലൂടെ പ്രവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നപ്പോ വില അറിഞ്ഞിട്ടില്ലേ പ്രിയമുള്ളവരെ? നമ്മൾ ആരും ഇതിനു വേണ്ടി അല്ലാഹു എല്ലാം തന്ന റബ്ബിനോട് ഒരു ശുക്ർ ചെയ്യാൻ, നന്ദി കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഉണ്ടോ? നമ്മള് ഈ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിറങ്ങണ മക്കൾ ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കും. നീ എന്നെ ഓർത്തിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ ഓർക്കും. അതാ എഴുത്തോടു കൂടെ അവസാനിച്ചു. പക്ഷെ അല്ല പറഞ്ഞൊരു വാക്കുണ്ട്, വദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർക്കുന്ന പക്ഷം ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, ഒരിക്കലും നന്ദികേട് കാണിക്കല്ലേ. ആര് നന്ദി കാണിക്കുന്നുവോ അവന് സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ടാ നന്ദി കാണിക്കുന്നതെങ്കിൽ ആര് നന്ദികേട് കാണിക്കുന്നുവോ അല്ലാഹു ഐശ്വര്യവാനാണ്. നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട അല്ലാഹുവിന് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. ആകാശഭൂമികളിലുള്ളത് മുഴുവനും തന്നെ പ്രപഞ്ചനാഥനായ അല്ലാഹ്ക്ക് വേണ്ടി പ്രണമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്ല തീർച്ചപ്പെടുത്തി പറഞ്ഞു, ഈ കരുന്നച്ചി പള്ളിയുടെ മുറ്റത്ത് എഴുന്നേറ്റ് പോകുമ്പോ നമ്മുടെ മനസ്സുകളോട് നമ്മൾ സംവദിക്കേണ്ടത്, ഞാൻ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവനാണോ നന്ദികേട് കാണിക്കുന്നവനാണോ? എന്താ അല്ലാഹ് പറഞ്ഞത്? والعاديات ضبحا فالموريات قدحا فالمعيرات صبحا فأثرن به نقعا فوسطن به جمعا. സൂറത്തു ആദിയാത്തിന്റെ ആദ്യത്തെ 5 ആയത്തുകളില് അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുകയാ, ഒരു കുതിരയെ കൊണ്ടാണ് സത്യമെങ്കില് കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യമെന്ന്. ഒരു കുതിര കിതച്ചുകൊണ്ട് വേഗത്തിലൂടെ ഓടുകയാണ്. ആ ഓട്ടത്തിന്റെ വേഗത അവയുടെ കുളമ്പുകളെങ്ങാനും പാറകളിൽ ഉരസുമ്പോ തീപ്പൊരികൾ ഇങ്ങനെ പാറുന്നുണ്ട്. മണലാരുണ്യങ്ങളിലൂടെ ഓടുമ്പോ അവയുടെ കുളമ്പുകളുടെ ചാഞ്ചല്യങ്ങൾക്കനുസൃതമായി അന്തരീക്ഷത്തിലൂടെ പൊടിപടലങ്ങൾ പാറുന്നുവെങ്കിലോ മനുഷ്യനെല്ലാം മടിപിടിക്കുന്ന പ്രഭാത സമയത്ത് ആ കുതിര തന്റെ യജമാനെയും കൊണ്ട് ശത്രുസേനയുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്നുവെങ്കിലോ അതിന് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അല്ലാഹുവിനോട് മനുഷ്യനാകട്ടെ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്.
എന്താ വാക്കിന്റെ അർത്ഥം? ആദ്യം ഒരു കുതിരയുടെ ഓട്ടത്തിനെ കൊണ്ട് സത്യം ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഒരു പ്രഭാത സമയത്ത് മണലാരുണ്യങ്ങളെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളെ പാറിക്കുമാറ്, പാറകളിൽ ഉരസി തീപ്പൊരി പാറിക്കുമാറ് കിതച്ചുകൊണ്ട് വേഗത്തിലൂടെ ജീവൻ നോക്കാതെ ശത്രുസേനയുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്ന കുതിര. ആർക്കു വേണ്ടിയിട്ട് ഈ കുതിര ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? ആ കുതിരയുടെ മനുഷ്യനാകുന്ന യജമാനന് വേണ്ടി. ആ യജമാനൻ കുതിരക്ക് എന്താ കൊടുത്തേ? കുറച്ച് പുല്ല് പറിച്ചു കൊടുത്തു, കുറച്ച് വെള്ളം കൊടുത്തു. അതിന് നന്ദി എന്നോണം ഒരു കുതിര ഇത്രമാത്രം അധ്വാനിക്കുമ്പോ അത് സത്യം ചെയ്തുകൊണ്ട് അല്ല പറയാ, മനുഷ്യനാവട്ടെ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാ, നന്ദി കെട്ടവൻ തന്നെയാ. ഒരു നാൽക്കാലി മൃഗമാകുന്ന കുതിരയുടെ പോലും നന്ദിയില്ല മനുഷ്യനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ, മനുഷ്യൻ അല്ലാഹുവോട് കാണിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നന്ദി കേടെന്താണെന്നറിയുമോ? അവൻ തന്ന മണ്ണില്, അവൻ തന്ന കാലുകൊണ്ട് നടന്ന്, അവൻ തന്ന വെള്ളം കുടിച്ച്, അവൻ തന്ന അന്നം ഭുജിച്ച് അവനില്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോ, അവനില്ലാത്തവരെ ആരാധിക്കുമ്പോ, അവനില്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നുവെങ്കിൽ ശിർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാതകമെന്നല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അക്രമം അത് ശിർക്കാണ്. അത് ഏറ്റവും വലുത് ശിർക്കാണ്. കാരണം എല്ലാം നൽകിയ അല്ലാഹുവോട് നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ വിചാരിക്കും ഞങ്ങളാരിപ്പോ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കണില്ല, ലോകം നിയന്ത്രിക്കുന്നത് CM പടപൂരാ ഞങ്ങൾ അംഗീകരിക്കണില്ല. പക്ഷെ നമ്മളൊക്കെ പേടിക്കണം, ഉറുമ്പ് അരിച്ചു വരുന്നതിന് കല്ലാകവത്തോടെ ശിർക്ക് വരും. അതുകൊണ്ട് നമ്മൾ സമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ നോക്കിയ നൂഹ് നബി അലൈഹിസ്സലാം വന്നു. ആരുടെ മക്കളെ തൗഹീദ് പഠിപ്പിക്കാനാ? ഒന്നാമത്തെ മുർസലായ നൂഹ് നബി വന്നേ ആദം നബിയുടെ മക്കളെ പഠിപ്പിക്കാനാ. ആദം നബി തൗഹീദുള്ള നബിയാ. ആ നബിയുടെ മക്കൾ പിഴച്ചു പോയപ്പോ ഒന്നാമത്തെ റസൂല് വന്നു, നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബിയുടെ കാലത്ത് പ്രളയമുണ്ടായിട്ട് ആ കപ്പലിൽ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് മുവഹിദുകളെ മാത്രമാണ്. ശിർക്കുള്ളവരൊക്കെ കഴിഞ്ഞു. ആ തലമുറയിൽ വീണ്ടും ശിർക്ക് വന്നപ്പോൾ അടുത്ത പ്രവാചകൻ വന്നു. പ്രിയമുള്ളവരെ, തൗഹീദുള്ളവരുടെ മക്കളിലാണ് ശിർക്ക് വരുന്നതെങ്കിൽ ആ തൗഹീദിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളിലേക്ക് ഇവിടെ ഇരിക്കുന്ന സലഫികളോട് പറയാനുള്ളത്, വലിയ ശിർക്കൊന്നും നമ്മൾ ചെയ്തെന്ന് വരില്ല, പക്ഷെ ചെറിയ ശിർക്ക് വരാൻ സാധ്യത ഉണ്ട് അല്ലേ? അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറയാണ്, ഏറ്റവും ചെറിയതായ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഏറ്റവും ചെറിയതായ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഏതാണ് നബിയേ ഏറ്റവും ചെറിയതായ ശിർക്ക് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറയുന്നു, അരിയാ, ലോകമാന്യതയാണ്. മറ്റുള്ള ആളുകൾ കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. കരുനച്ചി പള്ളിയുടെ സലഫി മസ്ജിദിന്റെ അകത്തലങ്ങളിലോട് സുബഹി മുതൽ തുടങ്ങി 5 വക്തും ജമാഅത്തിന്റെ പള്ളിയിലുള്ള ആളാ. പക്ഷേ അവന്റെ നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അല്ലദീനഹും യുറാഊൻ, മറ്റുള്ളവരെ കാണണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമസ്കാരമെങ്കിലോ അവർക്കും നാശമാണെന്നല്ലാഹ്. മൻ സ്വല്ലാ യുറാഈ ഫഖദ് അശ്റക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആര് നമസ്കരിക്കുന്നുവോ അവന് ശിർക്കാണ് ചെയ്തത് എന്നാ. വമൻ തസദ്ദഖ യുറാഈ ഫഖദ് അശ്റക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആര് സദഖ ചെയ്തോ അവനും ശിർക്കാണ് ചെയ്തത് എന്നാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ലെങ്കിലും നരകം അല്ലാഹു ഉറപ്പായി കൊടുക്കുന്ന ചെറിയതാ ശിക്ഷയാണ്. ഇസ്ലാം എന്ന് പുറത്തു പോവില്ല, പക്ഷേ നരകമാണ് ശിക്ഷ. ഇപ്പൊ നമ്മൾ കരുതച്ചിന്ന് ഇവിടെ നിന്ന് ഒരു യാത്ര പോവാണ് തിരുവനന്തപുരത്തേക്ക്. ഒരാൾക്ക് നിസ്കരിക്കാൻ ഭയങ്കര മടിയാണ്, 2 ആൾക്കാര് നിസ്കരിക്കാൻ താല്പര്യമുള്ളവരാണ്. ഇവിടുന്ന് എറണാകുളം എത്തിയപ്പോ അവർ പറഞ്ഞു, ളുഹർ നിസ്കരിച്ചിട്ട് യാത്ര തുടരാം.
നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഈ നിസ്കാരം മടിയൻ എന്താ വിചാരിക്കണേ? അവരൊക്കെ നിസ്കരിക്കുമ്പോ ഞാൻ നിസ്കരിച്ചില്ലേ മോശല്ലേ, അതുകൊണ്ട് ഞാനും കൂടെ നിസ്കരിക്കാം. നിസ്കാരം എന്ന ഇബാദത്ത് ആർക്ക് കൊടുക്കാനുള്ളതാ? അള്ളാഹ്ക്ക് കൊടുക്കാനുള്ളതാണ്. ഈ ആളുകൾ കൂടെ കാണട്ടെ എന്ന ചിന്ത വന്നപ്പോ ഇസ്ലാം എന്ന് പുറത്തു പോയില്ലെങ്കിലും നരകമല്ല കൊടുക്കുന്ന നാളെ പരലോകത്ത് 3 ആളുകളെ കൊണ്ടുവരപ്പെടുകയാണ്. അതിലാദ്യത്തെ മനുഷ്യനോട് അല്ലാഹു ചോദിക്കുന്നു, നീ എന്താണ് പ്രവർത്തിച്ചത് എന്നാണ്. ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹുവേ, എന്റെ ജീവൻ പോലും യുദ്ധത്തിന്റെ മാർഗത്തിലൂടെ ഞാൻ സമർപ്പിച്ചവനാണ്, ഷഹീദായവനാണല്ലാ. അല്ലാഹു പറയും, മലക്കുകളെ വേണ്ട, ഈ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് എറിഞ്ഞോ. കാരണം അവൻ ഷഹീദായത് എന്തിനാണെന്നറിയുമോ? അവൻ വലിയ ധീരനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനാ. അവൻ വലിയ ധീരനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനാ. രണ്ടാമത്തെ മനുഷ്യനെ കൊണ്ടുവരുമ്പോ അവൻ പറയുന്നുണ്ടല്ലാ, നിന്റെ മാർഗത്തിൽ ഒരുപാട് സ്വതക്ക ചെയ്തവനാണ് റബ്ബേ. അല്ലാഹു പറയുന്നു, മലക്കുകളെ വേണ്ട, ഈ മനുഷ്യനെയും നിങ്ങൾ നരകത്തിലേക്ക് എറിഞ്ഞോ. കാരണം അവൻ സ്വതക്ക ചെയ്തത് എന്തിനാണെന്നറിയുമോ? അവൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങളെ കാണിക്കാനാ. പ്രിയമുള്ളവരെ, ജീവൻ പോലും രണഭൂമിയിലൂടെ സമർപ്പിച്ചവനാണ്. അവന്റെ യുദ്ധം കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നേട്ടമാണ്. പക്ഷെ മനസ്സിന്റെ നിയ്യത്ത് മാറിയപ്പോ അത് ചെറിയ ശിർക്കാണ്, അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേടാണ്. അള്ളാഹു നരകത്തിലേക്ക് എറിയാൻ പറയുന്നുവെങ്കിൽ രണ്ടാമത്തെ മനുഷ്യൻ അവൻ ജോലി ചെയ്ത സമ്പാദ്യമാണ്, മറ്റൊരാൾക്ക് വെറുതെ കൊടുത്തതാണ്. തിരിച്ചിങ്ങോട്ട് ഭൗതികമായിട്ടൊന്നും അവന് നേട്ടമില്ലെങ്കിലോ ആ കൊടുത്തുപോയ സമ്പാദ്യം കൊണ്ട് ജനങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചപ്പോ, ലോകമാന്യത വന്നപ്പോ, അള്ളാഹുവിനോടുള്ള നന്ദികേട് വന്നപ്പോ അള്ളാഹു നരകത്തിലേക്ക് എറിയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ, നിന്റെ മാർഗത്തിൽ ഒരുപാട് ഇൽമ് പഠിപ്പിച്ചു കൊടുത്തവനാണ് റബ്ബേ, ഒരുപാട് അറിവുകൾ നുകർന്നു കൊടുത്തവനാണ്. അല്ലാഹു മലക്കുകളോട് പറയും, ആ മനുഷ്യനെയും നരകത്തിലേക്ക് എറിഞ്ഞോ. പഠിപ്പിച്ചത് ഖുർആനാണ്, ഹദീസാണ്. പ്രിയമുള്ളവര്, ഇന്ന് തൃശ്ശൂരിൽ നിന്ന് കരുനച്ചിയുടെ മണ്ണിലേക്ക് ഞാൻ യാത്ര ചെയ്ത് വന്നിട്ട് നിങ്ങളോട് ഓതിയത് ഖുർആനിന്റെ ആയത്താണ്, ഉദ്ധരിച്ചത് റസൂലുള്ളാഹിന്റെ ഹദീസാ. പക്ഷെ എന്റെ മനസ്സിലൂടെ വരുന്ന ചിന്ത, നിങ്ങൾ കാര്യങ്ങൾ പഠിക്കണമെന്നില്ല, മറിച്ച് നിങ്ങളൊക്കെ കരുതണം എനിക്ക് കുറച്ച് അറിവുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് എന്റെ മനസ്സിന്റെ ചിന്ത ശ്രമിക്കുന്നത് എങ്കിൽ നാളെ ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ മുഴുവനും സാക്ഷിയാ. എന്റെ ഇരുകാലുകൾ വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് എറിയുന്നതിന് നിങ്ങളായിരിക്കും സാക്ഷി എന്ന് റബ്ബിന്റെ ദീന് പറയുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരിക്കലും അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കാതെ, പ്രിയമുള്ളവരെ, അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാ. എന്തിനാണ് വീണ്ടും വീണ്ടും ഈ വിഷയം ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത്? എവിടെ വേദി കിട്ടിയാലും മുജാഹിദുകൾക്ക് തൗഹീദ് അല്ലാതെ മറ്റൊന്നുമില്ല. ഏത് സംഗമങ്ങളിലും തൗഹീദിന്റെ വിഷയങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ ലോകത്തിലൂടെ നടക്കുന്ന സകലമായ അധാർമികമായ പ്രവണതകൾക്കെതിരെ സംസാരിക്കുന്നവരാണ് നമ്മള്. പക്ഷെ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ വിഷയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ സ്വവർഗരതി എന്ന തിന്മ ഇവിടെ നരമാടിയിരുന്നുവെങ്കിൽ ആ തിന്മക്കെതിരെ ആ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ലോകത്തോട് പറഞ്ഞു, അല്ലാഹനെ പറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം കടന്നു വരുമ്പോ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്ന വിഭാഗമുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് അവരോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ ഫിർഔനിന്റെ കീഴിലൂടെ അടിച്ചമർത്തപ്പെട്ടു പോയ ഇസ്രായേലി സമുദായത്തിൽ
എത്തണമുണ്ട്. മൂസ അലൈഹിസ്സലാം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് നട്ടെല്ലോടെ നിവർന്നു നിന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനേറെ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോ മദ്യത്തിൽ ആറാടിയിരുന്നവർ, വ്യഭിചാര കൊതിയന്മാർ, യുദ്ധക്കൊതിയന്മാരായ ആളുകളോട് സകലമാന അധാർമികതയുടെ അന്ധകാരങ്ങൾ വിളയാടിയിരുന്ന മണ്ണില് അത് പാടില്ല എന്ന് ലോകത്തിന്റെ പ്രവാചകന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ മക്കയിലെ പർവ്വതത്തിന്റെ താഴെ അവരെ മുഴുവനും വിളിച്ചു ചേർത്ത് ആദ്യമായി പ്രഖ്യാപിച്ചു പോയ വിഷയം അല്ലാഹുവിന്റെ വഹ്ദാനിയത്താണെങ്കിലോ അതിലൂടെയാണ് പ്രിയമുള്ളവരെ സമൂഹത്തെ സംസ്കരിക്കാനുള്ളതെങ്കിലോ അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയമുള്ളവരെ, ലോകത്ത് അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാ? ബന്ധങ്ങളുടെ വില എന്താണെന്ന് അറിയാതിരുന്ന കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുമ്പിലൂടെ വന്ന് ചോദിക്കുന്നുണ്ട്, നബിയേ മൻ അഹഖുന്നാസി ബിഹുസ്നി സഹാബാ. ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മുക, നിന്റെ മാതാവിനോട്. സുമ്മമൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരോടാണ് നബിയേ? അപ്പോഴും പറഞ്ഞു നിന്റെ ഉമ്മാനോട്. മൂന്നാമതും പറഞ്ഞു ഉമ്മാനോട്. 4 ബാപ്പ. കാരണം എന്താണെന്നറിയോ? ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവരാണേ. ഈ 3 കാര്യം വാപ്പയിൽ ഒഴിവാണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, പ്രയാസത്തിന് മേലെ പ്രയാസം ചുമന്ന് ഗർഭം ചുമന്നവരാണ്. പ്രിയമുള്ളവരെ, മരണസമാനമായ വേദന കൊണ്ട് നിന്നെ പ്രസവിച്ചതവരാ, പാലൂട്ടി വളർത്തിയതും അവരാ. പ്രിയമുള്ളവരെ, പാലില്ലാതെ ശരീരങ്ങളിലൂടെ പ്രയാസപ്പെടുന്ന കാലഘട്ടങ്ങളിലൂടെ മാതാവിന്റെ മാറിടത്തിലൂടെ മുളച്ചു വന്ന കിന്നരിപ്പല്ലുകൊണ്ട് പാല് നുകരുമ്പോ ലഭിക്കാതെ വരുമ്പോ പല്ലുകൊണ്ട് കടിക്കുമ്പോ മുല്ലമുട്ട് പോലെ പാല് വരുന്നതിന് പകരം രക്തത്തിന്റെ തുള്ളികൾ വരുമ്പോഴും ഉമ്മാക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് തലോടി ഉമ്മ. ആ ഉമ്മാനോട് ഖുർആൻ പറയാണ്, എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പറയല്ലേ, അറപ്പോടുകൂടെ വെറുപ്പോടുകൂടെ നോക്കല്ലേ, അവരെ നിങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ. എത്ര അത്യുന്നതങ്ങളിലൂടെ പറയുന്ന കാലമാണെങ്കിലോ ആ ചിറക് താഴ്ത്തേണ്ടത് എവിടെയാണെന്നറിയുമോ? കാരുണ്യത്തിന്റെ സരകതാത്തേണ്ടത് അവരോടാ. എല്ലാ കടമകളും പറഞ്ഞ് ഖുർആനില്ലയോ? ബാപ്പാനെ പ്രയാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞ ഖുർആനില്ലയോ? ആ ഖുർആൻ എവിടെയൊക്കെ മാതാപിതാക്കളോടുള്ള കടമ പറഞ്ഞോ അതിനു മുമ്പ് റബ്ബ് പറഞ്ഞ കടമയുണ്ടല്ലോ, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽവാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനെ ആരാധിക്കണേ, അവനോട് പങ്കു ചേർക്കല്ലേ, മാതാപിതാക്കളോട് നന്മ കാണിക്കണേ. പ്രിയമുള്ളവരെ, മാതാപിതാക്കളെക്കാളും വലുതാണ് അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് എന്നുള്ളത്. വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽവാലിദൈനി ഇഹ്സാനാ. നിങ്ങളുടെ റബ്ബ് ഇതാ വിധിച്ചിരിക്കുന്നു, അവനെയല്ലാതെ ആരാധിക്കല്ലേ, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാനോട് സ്നേഹമുള്ള മോനാ, ഉമ്മാനോട് അടക്കവയ്യാത്ത സ്നേഹമുള്ള മോനാ. ആ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറയുന്നത്, നീ മുഹമ്മദിലൂടെ വിശ്വസിക്കുകയാണെങ്കിൽ ഇനി മുതൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, നിന്റെ മുമ്പിലൂടെ പിടഞ്ഞ് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഉമ്മാനോട് സ്നേഹമുള്ള സഅദ് റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ പറ്റോ? നേരെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. റസൂലേ, റസൂലേ, എന്റെ ഉമ്മ ഇങ്ങനെ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്,
എന്റെ ഉമ്മ ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നുണ്ട്. അതുകൊണ്ട് റസൂലേ, എന്ത് നടപടിയാണ് എന്റെ ഉമ്മാനോട് ഞാൻ കൈക്കൊള്ളേണ്ടത് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂലിന് ജിബ്രീൽ മനോഹരമായ ആയത്തിറക്കുകയാണ്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി, അവർ രണ്ടുപേരും നിന്നോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ജിഹാദ് ചെയ്താൽ, അവർ നിന്നോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞാലെന്നില്ല, കൽപ്പിച്ചാലെന്നല്ല, ആഹ്വാനം ചെയ്താലെന്നല്ല, അവർ നിന്നോട് ജിഹാദ് ചെയ്താൽ പോലും ഫലാ തുതിഅഹുമാ, അവരെ രണ്ടുപേരെയും നിങ്ങൾ അനുസരിക്കണ്ട. ആ വിഷയത്തിൽ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശിർക്ക് ചെയ്യാൻ പറഞ്ഞതല്ലേ. ഇനി എന്റെ ഔദാര്യങ്ങളിലൂടെ ജീവിക്കണ്ട എന്ന് തീരുമാനിക്കാനല്ല. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ഭൗതിക ലോകത്ത് എന്തെല്ലാം നന്മകളെ ചെയ്തു കൊടുക്കാൻ പറ്റോ അത് മുഴുവനും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നാ. പക്ഷേ ശിർക്കിന്റെ വിഷയത്തിലൂടെ അനുസരിക്കല്ലേ എന്ന് പറയുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു നേരെ ഓടുന്നുണ്ട് ഉമ്മാന്റെ അരികിലേക്ക്. എന്നിട്ട് പറയുന്നു, ഉമ്മാ, ഒന്നല്ല 100 ശരീരം എന്റെ ഉമ്മാക്കുണ്ടായിട്ട് ഓരോ ശരീരവും എന്നെ മുന്നിൽ വെച്ചുകൊണ്ട് പടഞ്ഞു പടഞ്ഞു മരിച്ചാൽ ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ഉമ്മാ, പിന്മാറുന്ന പ്രശ്നമില്ല ഉമ്മാ. അല്ലാഹുവിന്റെ തൗഹീദിനെ, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന് അത്ര വലിയ സ്ഥാനമുണ്ട് പ്രിയമുള്ളവരെ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അല്ലാഹ്ക്ക് വേണ്ടി ശുക്ർ ചെയ്യാൻ. അതിൽ ഏറ്റവും വലിയ ശുക്ർ അവനെ മാത്രമായുള്ള ആരാധന. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മൾ ഖുർആൻ ഓതുമ്പോ എപ്പോഴും നമ്മൾ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാണ്. ആ വഖഫിന്റെ അവിടെ നോക്കിയൊക്കെ ഇല്ലാ ലിയഅ്ബുദൂനി കസറമല നിർത്തിയേ, എന്നെ മാത്രമായി ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല എന്നല്ല പറയുമ്പോ അല്ലാഹനെ മാത്രം ആരാധിക്കാൻ, അവനോടൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ, പങ്കു ചേർക്കുന്ന ആളുകളോട് വഇന്നഹു അലാ ദാലിക ലശഹീദ്, അല്ലാഹനോടുള്ള നന്ദികേടിന് മനുഷ്യൻ സാക്ഷിയാണ്. അരുതേ എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ അള്ളാഹിനെ സംബന്ധിച്ച് അള്ളാഹു നിയന്ത്രിക്കുന്ന ലോകങ്ങളെ കോഴിക്കോട് ചിറ്റടിമേത്തൽ അബൂബക്കർ മുസ്ലിയാരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നവരോട്, ഉപരിഭാഗത്തുനിന്ന് വെള്ളമിറക്കി തരുന്ന അള്ളാഹ്ക്ക് പകരം മൊയ്തീൻ ശൈഖാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്നവരോട് അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമ്മളിലുണ്ട്. ജനങ്ങളോട് തെറ്റുകളോട് അരുതേ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. ഇനി പ്രിയമുള്ളവരെ, ആ അള്ളാഹുവിന്റെ കാരുണ്യം അത് വിശാലമാണ്, വിശാലമാണ്. ആ കാരുണ്യത്തെ മനസ്സിലാക്കണം. ആ കാരുണ്യം പരലോകത്ത് കിട്ടണം. അല്ലാഹു ആരാണ്? ഹുവർ റഹ്മാനുർ റഹീം, പരമകാരുണികനാണ്, കരുണാനിധിയാ. അല്ലാഹനെ അനുസരിച്ചാലും ഇല്ലെങ്കിലും ദുനിയാവിലൂടെ കരുണ ചെയ്യുന്നവര്. പക്ഷെ അല്ലാഹനെ അനുസരിക്കുന്നവർക്ക് മാത്രമായി പരലോകത്ത് കരുണ ചെയ്യുന്നവനാണെങ്കിൽ അല്ലാഹന്റെ കാരുണ്യം ദുനിയാവിലൂടെ നേടാൻ, അല്ലാഹന്റെ കാരുണ്യങ്ങളെ പരലോകത്തിലൂടെ നേടാൻ ദുനിയാവിൽ അല്ലാഹ് തരുന്ന കാരുണ്യങ്ങളോട് ശുക്ർ കാണിച്ച് ആഖിറത്തിൽ നന്ദി, അവന്റെ കാരുണ്യം വാങ്ങാൻ നമുക്ക് കഴിയണം. അല്ലേ? അല്ലാഹ് തരുന്ന കാരുണ്യം എന്ന് പറഞ്ഞ നിസ്സാരമല്ല. ഇവിടുത്തെ നിരീശ്വരവാദികളില്ലേ, അല്ലാഹ് ഇല്ല എന്ന് പറയുമ്പോ നോക്കി അല്ലാഹന്റെ ശാപം പെയ്തിറങ്ങുമാറ്, അല്ലാഹുവിനെ മോശപ്പെട്ട പദങ്ങൾ പറയുമ്പോ ആ ചലിപ്പിക്കുന്ന നാവ് കൊടുത്തവനല്ല, അവൻ ഉപയോഗിക്കുന്ന എനർജി കൊടുത്തവനല്ല, അവന്റെ കലോറി ചെലവാക്കുന്നുവെങ്കിൽ അത് കൊടുത്തവനും അല്ല. എന്നിട്ടാണ് അല്ലാഹ്ക്കെതിരെ പറയണേ. എന്നിട്ടും അവൻ ഉപയോഗിക്കുന്ന സൂര്യന്റെ പ്രകാശം ഒന്നാണ്, ചന്ദ്രന്റെ നിലാവലകളൊന്നാണ്, പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ ഒന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അർ-റഹ്മാനാണ്. അല്ലാഹനെ അനുസരിച്ചാലും ഇല്ലെങ്കിലും ദുനിയാവിൽ കരുണ ചെയ്യും. അല്ലാഹന്റെ കാരുണ്യം നിസ്സാരമല്ല കേട്ടോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ അങ്ങനെ ഇരിക്കുക. ആ സന്ദർഭത്തിൽ ഒരു ഉമ്മ തന്റെ കുട്ടീനെ അന്വേഷിച്ച് ഇങ്ങനെ ഓടുന്നുണ്ട്.
കുഞ്ഞിനെ കാണാനില്ലാതെ, ചെറിയ മോനെ കാണാനില്ലാതെ കുറെ നേരം ഓടി. ആ മകനെ കണ്ടു കിട്ടിയപ്പോ വാരിപ്പിണർന്ന് ആ മകനെ ചേർത്ത് പിടിച്ച് ചുടുചുംബനങ്ങൾ കൊടുക്കുമ്പോ മുത്തറസൂൽ ചോദിക്കുന്നുണ്ട്, സഹാബ, ആ കുഞ്ഞിനെ ഉമ്മ തീയിലേക്ക്, നരകത്തിലേക്ക് വലിച്ചെറിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവര് പറഞ്ഞു, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എങ്കിൽ ആ കുഞ്ഞിനോട് ഉമ്മ കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ നിങ്ങളോട് കരുണ കാണിക്കുന്നവനാണല്ലോ, നിങ്ങളോട് കരുണ കാണിക്കുന്നവനാണല്ലോ. അള്ളാന്റെ കാരുണ്യത്തിന്റെ ചിറകിലാണ് പ്രിയമുള്ളവരെ നമ്മളിവിടെ ജീവിക്കുന്നത്. പക്ഷെ ആ കാരുണ്യത്തിന് നന്ദി കാണിച്ചാൽ മാത്രമാണ് പരലോകത്ത് അള്ളാന്റെ കാരുണ്യം കിട്ടുള്ളൂ. ഒരു വാക്ക് ഞാൻ അതിന്റെ ഇടയിലൂടെ പറയാം. നമ്മളൊക്കെ പറയും ലഅനത്തുല്ലാഹ്, അള്ളാന്റെ ശാപം എന്ന് നമ്മൾ പറയാറുണ്ട്. അള്ളാഹു ശപിച്ച ആളുകൾ ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചവരെന്ന് പറയലുണ്ട്. ആരാ ഈ ശപിച്ചവരെന്നറിയോ? ഓക്കെ, അള്ളാഹുവിന്റെ വയത്തുറദുഹും അനിർ റഹ്മ, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരെയാണ് ശപിച്ചവരെന്ന് പറയാം. ദുനിയാവിൽ അള്ളാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അള്ളാഹിനോട് നന്ദി ചെയ്തിട്ട് പരലോകത്തിലൂടെ റബ്ബിന്റെ കരുണ നേടാൻ റഹീം, അള്ളാനെ അനുസരിച്ചവർക്ക് മാത്രമായി പരലോകത്ത് കരുണ ചെയ്യുന്നവനാണ്. ആ റബ്ബിന്റെ കരുണ നേടാൻ, അത് നേടിയില്ലെങ്കിലുള്ള അപകടങ്ങളെ മനസ്സിലാക്കാനാണ് പ്രിയമുള്ളവരെ, അപകടങ്ങളെ മനസ്സിലാക്കാനാണ്. നമ്മൾ പറയൂലേ, പറന്നു വീണ കാലം മുതൽ പ്രായത്തിന്റെ ഈ സമയം വരെ അള്ളാഹ്ക്ക് വേണ്ടി ആരാധിച്ചവനാ, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് എടുത്തവനാ. പക്ഷെ അള്ളാഹു തന്നതിന് പകരമായ ഇബാദത്തുകളുടെ കനം നോക്കിയിട്ടോ ആയുസിന്റെ 60കളും 70കളും പിന്നിട്ട കാലഘട്ടങ്ങളെ മുഴുവനോ ആരാധന ചെയ്ത അമലിന്റെ കനം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കണ്ട, സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കാനില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുകയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊനിന്റെ ജനാസ കാണാൻ അല്ലാഹുവിന്റെ മുത്തറസൂൽ കടന്നു വന്ന് അവിടെന്ന് പറയുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ അല്ലാഹു ആദരിച്ചു എന്ന, ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ അല്ലാഹു ആദരിച്ചു എന്ന അവിടെന്ന് മുത്തറസൂൽ ചോദിക്കുന്നുണ്ട്, എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? പ്രിയമുള്ളവരെ, ആരാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നറിയുമോ? സ്വഹീഹുൽ ബുഖാരിയിലൂടെ ഹദീസ് കാണാം. ഉസ്മാൻ ഇബ്നു മദ്ഊനിന്റെ വിവാഹം കഴിയുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയായ പുതുമണവാട്ടിയായ ഹൗലയെ കാണാൻ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു ചെല്ലുമ്പോ ഒരു പുതുമണവാട്ടിയുടെ മുഞ്ച് ഹൗലയിലൂടെ കാണണില്ല. പാറിപ്പറിഞ്ഞ മുടിയുമായി ആയിഷ ബീവി ചോദിക്കുന്നു, എന്ത് പറ്റി ഹൗല? ഒരു പുതുമണവാട്ടിയുടെ പ്രത്യേകത നിന്നിലൂടെ കാണണില്ലല്ലോ. അവിടെ ഹൗല പറയാണ്, ആർക്ക് വേണ്ടിയിട്ടാ ഞാൻ അണിഞ്ഞൊരുങ്ങാനുള്ളത്? എന്റെ ഭർത്താവാകുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊനിന് എന്നെ വേണ്ട. പകല് മുഴുവൻ നോമ്പാണ്, രാത്രി മുഴുവൻ നമസ്കാരമാണ്. മുത്തറസൂല് വിവരമറിയുമ്പോ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കുകയാണ്, ഉസ്മാൻ, ഞാൻ ഈ കേട്ടത് സത്യമാണോ ഉസ്മാൻ? റസൂല് സൂറത്ത് വാഖിയ അവതീർണമായതിനു ശേഷം ഉറങ്ങാൻ കഴിയണില്ല നബിയേ, ഉറങ്ങാൻ കഴിയണില്ല നബിയേ. അവിടുന്ന് മുത്തറസൂല് ചോദിക്കുന്നുണ്ട്, അതുമിനു ബിമാ നുമിനു യാ ഉസ്മാൻ, നമ്മളെ വിശ്വസിക്കുന്ന ദീനിലല്ലേ ഉസ്മാനെ നീയും വിശ്വസിക്കുന്നത്? ആ സൂറത്ത് വാഖിയ ഇറങ്ങിയത് എനിക്കല്ലേ ഉസ്മാൻ? ഞാൻ കുടുംബജീവിതം നയിക്കുന്നുണ്ട് ഉസ്മാൻ, ആരാധന ചെയ്യുന്നുണ്ട് ഉസ്മാൻ. അതുകൊണ്ട് നിന്റെ ഭാര്യയെ സന്തോഷിപ്പിച്ചിട്ടല്ലാതെ എന്റെ മുമ്പിലൂടെ കടന്നു വരാൻ പാടില്ല ഉസ്മാൻ എന്ന് പറഞ്ഞ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് വേണ്ടി ആരാധന ഒരുപാട് ചെയ്ത മഹാനാണ്. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, എന്ത് തെളിവാ ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ അല്ലാഹു അനുഗ്രഹിച്ചു എന്നുള്ളതിന്, ആദരിച്ചു എന്നുള്ളതിന് നിങ്ങളുടെ പക്കലുള്ളത്? എന്നിട്ട് മുത്ത് റസൂൽ പറയാണ്, എന്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ കൊണ്ട് തന്നെയാണ് സത്യം. വഅന റസൂലുള്ളാഹ്, ഞാൻ
അള്ളാന്റെ റസൂല് തന്നെയാണ്. പക്ഷേ എന്നെ കൊണ്ട് പോലും എന്റെ റബ്ബ് എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ മുഹമ്മദ് എന്ന ഞാൻ പോലും ആഖിറത്തിൽ രക്ഷപ്പെടൂല. ഇല്ലാഹ അയ്യതഅമ്മദനി അല്ലാഹു റബ്ബി ബിറഹ്മതിഹി. അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ. പ്രിയമുള്ളവരെ, ജീവിതം മുഴുവൻ അള്ളാന്റെ മാർഗത്തിലൂടെ സമർപ്പിച്ചു പോയ പ്രവാചകന് മരണപ്പെടുന്ന കാലഘട്ടം വരെ ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാത്ത ലോകത്തിന്റെ പ്രവാചകന് ഒരു വിരിപ്പില്ലാത്തതിന്റെ പേരിൽ ശരീരത്തിലോട് ഈത്തപ്പന മട്ടലിന്റെ അടയാളം വീണപ്പോ കണ്ണ് നിറഞ്ഞ ഉമർ ഇബ്നു ഖത്താബിനോട് മാലീ വലി ദുനിയാ, ഈ ദുനിയാവും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ചോദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ കൊടുത്തിട്ടും പറയാണ്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടില്ലാതെ ഈ മുഹമ്മദ് എന്ന ഞാൻ പോലും രക്ഷപ്പെടൂല എന്ന് പറയുമ്പോ കരുനച്ചീലുള്ള സാധാരണക്കാര് ദുനിയാവിനോട് അല്ലാഹുവിന്റെ കാരുണ്യങ്ങൾ അനുഭവിക്കുമ്പോ അതിന് ശുക്ർ ചെയ്ത് ആഖിറത്തിലൂടെ റബ്ബിന്റെ കാരുണ്യങ്ങളെ നേടാ, അല്ലാഹുവിന്റെ റഹ്മത്ത് നേടാ. പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കുന്നതൊന്നും വലുതല്ല. സൃഷ്ടിക്കപ്പെട്ട നാള് മുതൽ പുനരുദ്ധാരണത്തിന്റെ ബഅസിന്റെ സമയം വരെ അല്ലാഹ്ക്ക് വേണ്ടി സുജൂദിൽ കിടക്കുന്ന മലായിക്കത്തുകളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ഒരു കണ്ണുനീരെങ്ങാനും താഴേക്ക് വീണാൽ മലക്കുകളുടെ ശരീരത്തിലല്ലാതെ താഴേക്ക് പതിക്കാൻ സമയമില്ല, സ്ഥലമില്ലാത്തത്ര മാത്രം അല്ലാഹ്ക്ക് വേണ്ടി സുജൂദിലോടെ കിടക്കുന്ന മലായിക്കത്തുകളുണ്ട്. അവര് പരിപൂർണമായും സുജൂദിലാണ്. ബഅസിന്റെ നാളിൽ അല്ലാഹു അവരെ എഴുന്നേൽപ്പിക്കുമ്പോ അവര് പറയുന്നുണ്ട്, അല്ലാഹ് നിന്റെ മജ്ദിന് മഹത്വത്തിന് പകരമായി സുജൂദ് ചെയ്യാ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേ. 80കളല്ല 500കളുടെ ആയുസ് കിട്ടിയിട്ട് അത് മുഴുവനും അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്ത് എടുത്താലും എന്റെ പ്രിയമുള്ളവര്, അല്ലാഹു തന്നതിന് തുലനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കണ്ട. അല്ലാഹുവിന്റെ കാരുണ്യം വേണമെന്നാണ്. ആ കാരുണ്യം കിട്ടാൻ ദുനിയാവിൽ അല്ലാഹുവിന്റെ കാരുണ്യം അനുഭവിക്കുമ്പോ അല്ലാഹ്ക്ക് വേണ്ടി ശുക്ർ ചെയ്യാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. പ്രിയമുള്ളവരെ, നമ്മളുടെ ഒക്കെ ജീവിതത്തിലെ നമ്മൾ അറിയേണ്ടത് ആ അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹ്ക്ക് വേണ്ടി വഴികേട് കാണിക്കരുത്. നമ്മൾ പറഞ്ഞു ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ? അല്ലാഹു തആല മനുഷ്യൻ ചെയ്യുന്ന അക്രമത്തിനെ പ്രമാണങ്ങളിലൂടെ പഠിക്കുമ്പോൾ 3 രീതിയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് സൃഷ്ടാവിനോട് ചെയ്യുന്ന അക്രമമാണ്. അതാണ് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് പറഞ്ഞ ശിർക്ക് ഏറ്റവും വലിയ അക്രമമാണ്. 2 ആളുകൾ പരസ്പരം ചെയ്യുന്ന അക്രമമല്ലേ? അതാണ് ഒരാളുടെ രക്തത്തിനോ ധനത്തിനോ അഭിമാനത്തിനോ പ്രയാസം വരുത്തുന്നുവെങ്കിൽ പരസ്പരമുള്ള അക്രമം. 3ാമത് ഒരാൾ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമുണ്ട്. അല്ലാഹ് പറഞ്ഞൊരു കാര്യം നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോ, അല്ലാഹ്ക്കെതിരെ നമ്മൾ ചെയ്യുമ്പോ അത് നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. നമ്മൾ മനസ്സിലാക്കണം, എന്താ അറിയോ? ഞാനത് കുഴപ്പമില്ലാതെ കടന്നു പോകും, പ്രയാസമില്ലാതെ കടന്നു പോകും എന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ തെറ്റി. പ്രിയമുള്ളവരെ, കുറച്ച് ഗൗരവത്തിലൂടെ നമ്മളുടെ ആഖിറത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി ഇതുകൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സംഗമത്തോട് നമ്മൾ വിട പറയുന്നുവെങ്കിൽ, പ്രിയമുള്ളവര്, ഈ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിലൂടെ സമർപ്പിക്കാനുള്ളതാ, അല്ലാഹുവിന്റെ മുമ്പിലൂടെ കൊണ്ടുപോയി വെക്കാനുള്ളതാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ. പ്രിയമുള്ളവരെ, QHLSന്റെ പാഠങ്ങളിലൂടെ, ഖുർആൻ ക്ലാസിന്റെ പാഠങ്ങളിലൂടെ സൂറത്ത് അംബിയാഇന്റെ തുടക്കത്തിൽ നമ്മളൊക്കെ പഠിക്കുന്നുണ്ട്. ജനങ്ങളുടെ വിചാരണ അവരിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, മരണം വിളിപ്പാടകരെ കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മുമ്പിലൂടെ പഞ്ചപുച്ഛമടക്കി നിൽക്കാനുള്ളവരാണെങ്കിലോ, അല്ലാഹു നമ്മളെ വിചാരണ ചെയ്യാനുള്ളതാണെങ്കിലോ, സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം,
എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ടോ, എന്തെല്ലാം നിഅമത്തുകൾ ജീവിതത്തിലൂടെ അല്ലാഹു തന്നിട്ടുണ്ടോ, അതിനെക്കുറിച്ച് പൂർണ്ണമായും അല്ലാഹു ചോദിക്കുന്നവനാ. നമ്മളുടെ എല്ലാം അല്ലാഹു ചോദിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കണേ എന്ന ഭയം നമ്മളിലൂടെ കടന്നു വരാൻ പ്രിയമുള്ളവരെ ഈമാനിന്റെ ലക്ഷണമാ. നമ്മളുടെ മനസ്സുകളോട് നമുക്കൊന്ന് സംവദിക്കാനാണ്. നാളെ പരലോകത്തെ സ്വർഗത്തിലൂടെ ആദ്യമായി കടന്നു വരുന്നതാരാ? സ്വർഗത്തിലൂടെ ആദ്യമായി കടന്നു വരുന്നത്, സ്വർഗീയ കവാടങ്ങളിലൂടെ ആദ്യമായി വന്നു നിൽക്കുന്നത്, സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിത് അല്ലാഹു കാത്തിരിക്കുന്നത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അബ്ദുല്ലാഹ് എനിക്കൊന്ന് ഖുർആനൊന്ന് ഓതിത്തരുമോ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയേ, ഈ ഖുർആൻ അങ്ങയിലേക്കാണ് അവതീർണമായതെങ്കിൽ അങ്ങനെയുള്ള താങ്കൾക്ക് വേണ്ടി ഞാൻ ഓതി തരണമോ? റഅബതി അന്നസ്മഅഹു മിൻ ഐരി, മറ്റൊരാളിൽ നിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് അബ്ദുല്ലാഹ്. അദ്ദേഹം പറയാണ്, ഓതി ഓതി ഞാൻ ഇതുവരെ എത്തുമ്പോ വല്ലാത്തൊരു തേങ്ങൽ കേട്ടുകൊണ്ട് എന്റെ തല ഞാൻ ഉയർത്തി നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. കരഞ്ഞിട്ട് പറഞ്ഞു, നിർത്തണേ അബ്ദുല്ലാഹ്. ഏതാണ് ആയത്തെന്നറിയുമോ? ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. 4-ാം അധ്യായത്തിന്റെ 41-ാമത്തെ ആയത്താണ്. ഓരോ ഉമ്മത്തിനും സാക്ഷികളായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോ നബിയേ, അങ്ങയുടെ ഉമ്മത്തിന്റെ സാക്ഷിയായി അങ്ങേ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന റബ്ബിന്റെ ചോദ്യത്തിന് മുമ്പിൽ അല്ലാഹുവിന്റെ റസൂല് തകർന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഒന്ന് തുലനം ചെയ്യാ. റസൂലുള്ളാഹിക്ക് സ്വർഗമുറപ്പാണ്, കൊട്ടാരമുറപ്പാണ്. എന്നിട്ട് പോലും ആ വിചാരണയെ ഭയപ്പെടുന്നുവെങ്കിലോ, അത് ഈമാനിന്റെ ഭാഗമാണെങ്കിലോ നമുക്ക് അല്ലാഹു സ്വർഗം തരുമോ എന്നുറപ്പില്ല. പ്രിയമുള്ളവരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന സഹാബിയാ. റസൂലുള്ളാഹിന്റെ സാഹിബ് എന്ന് ഖുർആൻ അഭിസംബോധനം ചെയ്ത സഹാബിയാ. ആ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരച്ചില്ലകളിലൂടെ പാറിക്കളിക്കുന്ന പക്ഷികളെ കാണുമ്പോ കവിത പാടിയത്, ഞാനും ഒരു പക്ഷിയാണെങ്കിലോ അല്ലാഹുവിന്റെ മുമ്പിലെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വരില്ലല്ലോ എന്നാണ്. ഭയമാണ് പ്രിയമുള്ളവരെ. അവർക്ക് സ്വർഗമുറപ്പായിട്ടും ആ ഭയമുണ്ടെങ്കിൽ ഓർക്കണേ, നിങ്ങളതുപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറില് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സ്വഹാബത്തിനോട് പറയുകയാ, സ്വർഗത്തിൽ അതിമനോഹരമായ അരുവിയുടെ ഓരത്ത് സുന്ദരമായ വെള്ളക്കൊട്ടാരം കാണിക്കപ്പെട്ടു എന്നാണ്. ആരുടേതെന്ന് ചോദിക്കുമ്പോ പറയുന്നു, എന്റെ ഉമറിനുള്ള കൊട്ടാരമാണ്. ഉമർ കുറച്ച് ഐറത്തുള്ള ആളാണ്, ദേഷ്യമുള്ള ആളാ. ഉമറിനെ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അവിടെ കയറിയില്ല എന്ന് പറയുമ്പോ 1-ാമത്തെ സഫിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. കൈകൾ ഉയർത്തി ചോദിക്കുന്നുണ്ട്, അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ നബിയേ? അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ? പ്രിയമുള്ളവരെ, സ്വർഗമുറപ്പുള്ള ഉമർ റളിയല്ലാഹു അൻഹു, പ്രിയമുള്ളവരെ, ദുൽഹജ്ജ് മാസത്തില് ഫൈറൂസ് അബൂലുലുത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യന് ഇരുതലമൂർച്ചയുള്ള കടാര 7 തവണ വയറ്റിലൂടെ പ്രഹരിക്കുകയാ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങൾക്കിടയിലൂടെ ഖുർആൻ ഓതിയിട്ട് കണ്ണു നിറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിന് 2-ാമത്തെ റക്അത്തിലൂടെ കുത്തിത്താഴിയിടുമ്പോ പ്രിയമുള്ളവരെ, രക്തം വാർന്ന് താഴെ കിടക്കുമ്പോ ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കാൻ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകള് അബ്ശിർ ബിബുശ്റാ ബിസുഹബത്തി റസൂലില്ലാഹ്, അല്ലാഹ്
അള്ളാന്റെ റസൂലിന്റെ സഹവാസം കൊണ്ട് സന്തോഷിക്കാമല്ലോ ഉമറേ താങ്കൾക്ക്. അവിടെ നിന്ന് പറയാണ്, ആദ്യ കാലഘട്ടങ്ങളിലൂടെ ദീനിനെ സഹായിച്ച ആളാ താങ്കള്. താങ്കളുടെ ഭരണത്തിനെ സംബന്ധിച്ച് രണ്ടാളുകൾക്കിടയിലൂടെ അഭിപ്രായ വ്യത്യാസമില്ല. മുത്ത് റസൂൽ വിട പറയുമ്പോ അങ്ങേ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ലോകത്തോടെ വിട പറഞ്ഞത് എന്ന് പറയുമ്പോ ഉമർ റളിയല്ലാഹുവിന്റെ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ പഠിക്കാ, അവരെ സ്വർഗമുറപ്പുള്ളവരാ. എന്നിട്ടും അവർക്ക് അല്ലാഹുവിന്റെ മുമ്പിലൂടെ വന്നു നിൽക്കുന്ന ഭയമുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ലജ്ജിച്ചു പോയ മഹാനില്ലയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് ആ ഉസ്മാൻ റളിയല്ലാഹുവിനെ പറ്റി ബുഖാരിയിലൂടെ കാണാ. ഇദാ വഖഫ അലാ ഖബരിൻ ബകാ, ഖബറിന്റെ ചാര വന്ന് നിൽക്കുമ്പോ വല്ലാതെ കരയാറുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ജീവിതമില്ലയോ, നമ്മളുടെ ആസ്വാദനങ്ങളില്ലയോ, അനുഭവിക്കുന്ന സുഖങ്ങളില്ലയോ, ജീവിച്ചു പോയ ജീവിതങ്ങളുടെ ആയുസ്സില്ലയോ, എല്ലാം കൊണ്ടുപോയി അല്ലാഹുവിന്റെ മുമ്പിലൂടെ സമർപ്പിക്കുമ്പോ ഇടക്കരക്കാരെ കരുണച്ചിക്കാറ് മനസാക്ഷിയോട് ചോദിക്കാ, എന്റെ ആയുസ് ഞാൻ എന്ത് പറയും അല്ലാഹുവിനോട്, എന്റെ ആരോഗ്യം ഞാൻ എന്ത് പറയും അല്ലാഹുവിനോട്, എന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ എന്ത് പറയും അല്ലാഹുവിനോട് എന്ന ബോധ്യം ഉണ്ടാവണേ. ചെയ്തു പോയ തെറ്റുകളെ മറച്ചു വെക്കാൻ സാധ്യമല്ല. സാക്ഷികളുണ്ടേ അല്ലാഹുവിന്റെ മുമ്പിലോ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹു ഉറ്റുനോക്കുന്നവനാണ്, വീക്ഷിക്കുന്നവനാണ്. മാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ ലിയഅലമഹാ. അല്ലാഹു അറിയാതെ മരത്തിന്റെ ഇല പോലും പൊടിയണില്ലെങ്കിൽ, ദുനിയാവിലെ ശതകോടി വൃക്ഷങ്ങളുടെ എത്രമാത്രം ശിഖരങ്ങളുണ്ടെങ്കിൽ അതിലെത്രമാത്രം ഇലകളുണ്ടോ, ഏത് സമയങ്ങളിലൂടെ പൊടിയുന്നുണ്ടോ കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹുവെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ അറിയാ. അല്ലാഹ്ക്ക് പ്രയാസമില്ല, അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ്. രണ്ടാമത് നോക്കണേ, ആദർശങ്ങളെ തന്നതിന് അല്ലാഹു നിയോഗിച്ച നബിമാര് സാക്ഷികളാ. അവര് പറയും അല്ലാഹുവിന്റെ മുമ്പിൽ, റബ്ബേ ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. മൂന്നാമതായി അല്ലാഹു നിയോഗിച്ച മലായിക്കത്തുകൾ സാക്ഷികളാണ്. സാക്ഷികളാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും ഇല്ലാതെ ഒന്നും അവരെ സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ്. ഗ്രന്ഥങ്ങളും സാക്ഷികളായി അല്ലാഹുവിന്റെ മുമ്പിലൂടെ കൊണ്ടുവരികയാണ്. മാലി ഹാദൽ കിതാബ് ലാ യുആദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് റബ്ബേ, ചെറുതും വലുതുമായിട്ടൊന്നുമേ നീ ഒഴിവാക്കിയിട്ടില്ലല്ലോ അല്ലാ. നിസ്സാരമെന്ന് കരുതിയത് സാരമില്ലാതെ കരുതിയത് മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിലൂടെ കൊണ്ടുവരുന്നുവെങ്കിലോ ഏറ്റവും അവസാനമായി പ്രധാനപ്പെട്ട സാക്ഷി ആരാണെന്നറിയോ? അല്ലാഹു വിസ്തരിക്കുന്നത് ഈ ശരീരത്തെയാ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ أيديهم وتشهد أرجلهم بما كانوا يكسبون. വായകളെ സീൽ വെക്കുന്ന, കൈകളെ സംസാരിക്കുന്ന, കാലുകളെ സാക്ഷി പറയുന്ന നാളില്ലയോ? അല്ലാഹുവിന്റെ മുമ്പിലൂടെ അവയവങ്ങളാണ് സാക്ഷി പറയുന്നത് എങ്കിലോ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറയാണ് നമ്മളോട് സാക്ഷി പറയുന്നത് സമഉഹും വഅബ്സ്വാറുഹും വജുലൂദുഹും. അവരുടെ കേൾവികളും അവരുടെ കാഴ്ചകളും അവരുടെ തൊലികൾ വരെ അല്ലാഹുവിനോട് സാക്ഷി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ,
ആരാരും അറിയാതെ ഇരുട്ടിന്റെ മറവിലൂടെ സ്വകാര്യതകളിലൂടെ കണ്ടുപോയ ഹറാമുകളോട് കണ്ണ് പറയുന്നുണ്ടല്ലാ, എന്നെ കൊണ്ടാണ് കണ്ടുപോയതല്ലാ. വിരലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകൾ കാതുകളിലൂടെ തിരികെ വെച്ച് ആരാരും അറിയാതെ നിശയുടെ നിശബ്ദതകളിലൂടെ കേട്ടുപോയ ഹറാമുകളോട് കാത് പറയുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടാണ് കേട്ടുപോയതല്ലാ. അവൻ തൊട്ടുപോയ ഹറാമുകളോട് ചെറുപ്പക്കാരെ, യുവാക്കളെ, സഹോദരിമാര്, അന്യ പുരുഷനെ അന്യ സ്ത്രീയെ തെറ്റായ രീതിയിലോട് തൊടുന്നതിനേക്കാളും നല്ലത് മൂർത്താവിലോട് ആണി അടിച്ചിറക്കല. ആരും അറിഞ്ഞിട്ടില്ലാത്ത സ്വകാര്യതകളാണെങ്കിൽ അള്ളാന്റെ മുമ്പിൽ അള്ളാഹു പിടിച്ചു നിർത്തുമ്പോ പറയിപ്പിക്കാൻ കഴിവുള്ളവനാണല്ലോ. അന്ന് തൊലികള് പറയുമല്ലാ, എന്നെ കൊണ്ടാണ് തൊട്ടുപോയത് റബ്ബേ. അവസാനമാ മനുഷ്യന് നരകത്തിലേക്ക് എറിയുമ്പോ അവൻ തന്റെ തൊലികളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്, എന്തിനാ? കാലൂ അന്തക്കനല്ലോ അന്തക്ക കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബ് എന്നെയും സംസാരിപ്പിച്ചതാ. പ്രിയമുള്ളവരെ, ഈ ശരീരമില്ലാതൊരു തെറ്റിലേക്ക് പോകൂല, ഈ ശരീരമില്ലാതൊരു പ്രവർത്തനത്തിലേക്ക് പോകാൻ കഴിയില്ല. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവോ ഈ ശരീരം അല്ലാഹുവിന്റെ കോടതിയില് നമുക്കെതിരെ സാക്ഷിയാ. അതുകൊണ്ടാ റബ്ബിലേക്ക് മടങ്ങുമെന്ന ചിന്ത കടന്നു വരാൻ, ഓർമ്മ നമ്മളിലൂടെ കടന്നു വരാൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളും ആ റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാ. പ്രിയമുള്ളവരെ, അറിയില്ല, എടക്കരയുടെ പരിസരത്തിൽ ഒരു കടയിലോ എവിടെയോ നമുക്ക് വേണ്ടിയുള്ള കഫംപടവയുണ്ട്. അറിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ ജീവിതങ്ങളിലൂടെ. ഇന്ന് വീട്ടിലേക്ക് പോകാൻ കഴിയുമോ അറിയണില്ല. ഈ വസം നമ്മളാണോ മയ്യത്ത് കൊളിപ്പിക്കുന്നവനാണോ അറിയില്ല, അറിയില്ല, അറിയില്ല. മരണം അടുത്താണ്, സമീപത്താണെങ്കിലോ അവിടെയാണ് അല്ലാഹുവിന്റെ വാക്ക് വന്നത്, ഹിസാബും, വിചാരണ അടുത്തിട്ടുണ്ട്. അവന്റെ മരണത്തിലേക്ക് അവർ അടുത്തിട്ടുണ്ട്. എന്നിട്ടും അശ്രദ്ധരായി മുഴുകുന്നവനാണെങ്കിൽ പരീക്ഷണാലയങ്ങളുടെ ഇടങ്ങളെ തീർത്ത് അല്ലാഹു വിളിക്കുമ്പോ വരില്ല എന്ന് പറയാൻ കഴിയില്ല, നാളെയാവട്ടെ എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വാക്കോടുകൂടെ നിർത്തുകയാണ്. 60ന്റെ ആയുസ് തന്നവനല്ലോ, 70ന്റെ ആയുസ് തന്നവനും അല്ലാഹ്. 90കളെ പിന്നിട്ടാലും നരകാവകാശിയാണെങ്കിൽ ലോകത്തോട് വിട പറയുമ്പോ അല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹുവേ, ഒരു വർഷത്തിന്റെ ആയുസ് തരുമോ എന്നില്ല, ഒരു മാസത്തിന്റെ ആയുസ് തരുമോ എന്നില്ല, ഒരൽപ്പ സമയം ഞങ്ങൾക്കൊന്ന് തരുമോ അല്ലാഹ്. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരൽപ്പ സമയം തരോ അല്ലാഹ്. അല്ലാഹു തരൂല. പ്രിയമുള്ളവര്, സൂറത്ത് മുഅ്മിനൂനിലൂടെ മുനാഫിഖൂനിലൂടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, പരലോകത്ത് വരുമ്പോ കരയുകയാണ്. ഒന്ന് മടക്കി തരുമോ അല്ലാ, ഒന്ന് ഗ്രന്ഥം തരാതിരിക്കുമോ അല്ലാ, ഒന്ന് മണ്ണാക്കി തരുമോ അല്ലാ. എന്തിനേറെ പ്രിയമുള്ളവരെ, നരകത്തിന്റെ ഭയവിഹ്വലമായ കാഴ്ച കാണുമ്പോ റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിനാ നഅമൽ സ്വാലിഹാ, ഞങ്ങൾ കണ്ടു അല്ലാ നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകളെ കണ്ടു അല്ലാ, അതിന്റെ ഘോരമായ ശബ്ദങ്ങളെ കേട്ടുപോയല്ലാ, ഇരമ്പ മട്ടാസവും മലർച്ചയും കേട്ടുപോയല്ലാ. ഫർജിനാ നഅമൽ സ്വാലിഹാ, ഒന്ന് മടക്കി തരികയാണെങ്കിൽ നല്ലതുപോലെ ജീവിച്ചോളാമല്ലാ. ഇന്നാ മൂഖിനൂൻ, തീർച്ചയായും ഞങ്ങൾ ദൃഢവിശ്വാസികളായിക്കൊള്ള, ഉറപ്പായുമല്ല, ഉറപ്പായുമല്ല എന്ന് റബ്ബിനോട് പറയുമ്പോ അല്ലാഹു പറയുന്നു, നരകത്ത് നിറക്കുമെന്നുള്ളത് വാഗ്ദത്തമാണെങ്കിൽ
ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ. ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നീ മറന്നതല്ലയോ, അതുകൊണ്ട് നീ അനുഭവിച്ചോ, ആസ്വദിച്ചോ. അല്ല പറയുന്നുണ്ട്, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളഞ്ഞു എന്നല്ല പറയാണ്. കരഞ്ഞു പറഞ്ഞു നോക്കൂലേ പ്രിയമുള്ളവരെ, അവസാനമായി അള്ളാന്റെ നരകം അടച്ചു മൂടപ്പെട്ടതാണെങ്കിലോ അതിന്റെ കമാനങ്ങൾ തുറക്കുന്നത് അതിലേക്ക് ആളുകളെ വലിച്ചെറിയാനാണെങ്കിൽ ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച് നരകത്തിന്റെ മുന്നിലൂടെ കൊണ്ടുവരുമ്പോ അടുത്ത നിമിഷം നരകമാണെന്ന് ബോധ്യപ്പെടുമ്പോ കൊട്ടാരം കണക്ക് തീപ്പൊരി പാറുമ്പോ അടുത്ത സെക്കൻഡ് നരകമാണെന്നറിയുമ്പോ അള്ളാനോട് പറഞ്ഞു നോക്കുന്നുണ്ടല്ലോ, ഒരല്പസമയം കൂടെ തരോ റബ്ബേ, നന്നായിക്കൊള്ളാം. അവസാന സമമാണെങ്കിൽ റബ്ബ് തരൂലാട്ടോ. അള്ളാനെ പഠിക്കണേ. വല്ലാഹു വല്ലാഹു ശദീദുൽ ഇഖാബ്. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാ, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാ. പക്ഷെ ഒരു വാക്ക് മറക്കണ്ടവർ, റഹ്മതി അലബത് അലബി. അല്ലാഹുവിന്റെ കാരുണ്യമാണ് അല്ലാഹുവിന്റെ കോപത്തിന് അതിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞു തന്നെ, അതുകൊണ്ടാ ഇപ്പോ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്, അതുകൊണ്ടാണ് ഈ ജീവിതത്തില് നരകമുണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ടാ ഈ ജീവിതത്തില് വരാനിരിക്കുന്ന ഭയാനകതകളെ പറഞ്ഞത്. ഒക്കെ തന്നിട്ടും എല്ലാം പൊറത്തു തരാന്ന് പറഞ്ഞിട്ടും 90 വയസ്സ് വരെ തെറ്റ് ചെയ്തിട്ടും അള്ളാഹിനോട് ഏറ്റു പറയുമ്പോ കമല്ലാതമ്പല, അവന് തെറ്റയില്ല എന്നുള്ള രൂപത്തില് പുറത്തു തരാമെന്നുള്ള പറഞ്ഞിട്ടും തെറ്റ് ചെയ്തവരെ രാത്രിയുടെ അവസാന 3-1 സുബഹിന്റെ മുമ്പുള്ള സമയത്തില് ഒന്നാരാകാശത്തിലേക്ക് റബ്ബ് ഇറങ്ങി വന്ന് എന്നോട് ചോദിക്ക്, ഉത്തരം നൽക, എന്നോട് പൊറുക്കലിനെ തേട്, മാപ്പ് തരാമെന്ന് പറഞ്ഞ റബ്ബുണ്ടായിട്ടും ധിക്കരിച്ചു നടന്നവരെ അവർക്ക് കെഞ്ചി പറയുന്ന ഒരു വാക്ക് പോലും അല്ല പരിഗണിക്കില്ല. അവിടെ ഈ സമയമുണ്ട്. അല്ലാഹുവിനെ മനസ്സിലാക്കി അവന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിച്ച് ഏറ്റവും വലിയ നന്ദി അവനെ മാത്രം ആരാധിക്കലാണെങ്കിൽ ഏറ്റവും വലിയ നന്ദി കേട് അവനുള്ള ആരാധനയിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കലാണെങ്കിൽ, പ്രിയമുള്ളവരെ, ആ പങ്കു ചേർക്കലുകൾക്ക് സാക്ഷികളായി നിങ്ങൾ ഉണ്ടാകരുത് എന്ന ഖുർആനിന്റെ വാക്ക്. ആ സാക്ഷിയായി മൗനമായി നിൽക്കുന്നവൻ അവനും നന്ദി കെട്ടവനാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളുടെ ദൗത്യത്വം മനോഹരമായി നിർവഹിക്കാൻ, ജീവിതത്തിൽ തൗഹീദ് ഉണ്ടാവാൻ, ജനങ്ങളോട് ആ തൗഹീദിനെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നാമേവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പാണ്ടിക്കാട് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു എന്ന വാർത്ത ഒരുപക്ഷെ നമുക്കിടയിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ടാവും. ഞാനത് ഈ സദസ്സിൽ നിങ്ങളോട് പറഞ്ഞത്, നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആദർശ കുടുംബത്തിലെ 14 വയസ്സുള്ള മോനാണ് വെന്റിലേറ്ററിലൂടെ കഴിയുന്ന നിപ്പ വൈറസ് ബാധിച്ചു എന്ന് പറയുന്ന മകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനും കഴിവുള്ള ഖദീറായ റബ്ബ് ആ മോനെ അല്ലാഹു തആല ആഫിയത്ത് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ, വ്യക്തിപരമായ പ്രാർത്ഥനകളിലും ഉണ്ടാവുക. നമ്മളൊക്കെ ഓടുന്നതും ആദർശ കൂട്ടായ്മയും പ്രിയമുള്ളവർ എന്തിനാണെന്നറിയോ? നമുക്ക് ഭൗതികമായിട്ടൊന്നും അവിടെ ലഭിക്കാനല്ലല്ലോ, ഇതുപോലെ നമുക്കും വേണ്ടി മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ ആദർശ കൂട്ടായ്മയുടെ ബലം അവിടെയാണ്. നാളെ തൃശ്ശൂർ ജില്ലക്കാരനായ എന്റെ ഒരു ന്യൂസ് വാട്സപ്പുകളുടെ കോളങ്ങളിലൂടെ കടന്നു വരുമ്പോ, പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു എന്ന് മുവഹിദുകളുടെ നാവ് കൊണ്ട് പറയാൻ 100 തൗഹീദുള്ള ആളുകള് ആ മയ്യത്തിന്റെ മുന്നിൽ വന്ന് പറയുമ്പോ ചോദിക്കുന്ന കാര്യം അല്ല കൊടുത്തിട്ടല്ലാതെയില്ല എന്ന് പറയുമ്പോ ഇതിൽ പരം എന്താണ് പ്രിയമുള്ളവരെ ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടാനല്ലേ? അതിന്റെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആദർശ കുടുംബങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ, അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്. അല്ലാഹ് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المجاهدين المضاعفين في فلسطين وفي رفاه وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.